ലീനയെക്കുറിച്ച് ബബിതയും തിരിച്ചറിയുന്നു. അങ്ങനെ പ്രിയ പ്രേക്ഷകരെ, കൂട്ടുകാരെ, പ്രേക്ഷകരെല്ലാവരും കാണാൻ കാത്തിരുന്ന ഒരു മുഹൂർത്തമാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുക. അതായത് ബബിതയാണെങ്കിൽ ആകെ മാനസിക സമ്മർദ്ദത്തിലേക്ക് പോവുകയാണ് എന്ന് കാണാനായിട്ട് സാധിക്കും. അതായത് ബബിത തൻ്റെ കാമുകനുമായിട്ട് ഒന്ന് രണ്ടും പറഞ്ഞ് നല്ല രീതിയിൽ തന്നെ അടിയാകുന്നത് കാണാനായിട്ട് സാധിക്കും. ഇവിടെയാണെങ്കിലോ അലീനയാണെങ്കിൽ വീട് വിട്ട് സ്റ്റാലിൻ്റെ വീട്ടിൽ നിന്നും വേറൊരിടത്തേക്ക് പോയാലോ എന്ന് ചിന്തിച്ചു കൊണ്ടേ നിൽക്കുകയാണ്. ആ സമയം നമ്മുടെ കടപ്പാട്ടൂർ വീട്ടിൽ ബബിത വളരെയധികം യാതനയും വേദനയും സഹിച്ചു കൊണ്ടിരിക്കുകയാണ് എന്ന് കാണാനായിട്ട് സാധിക്കും. നമ്മുടെ കാമുകന് പലതവണ മെസ്സേജ് അയച്ചിട്ടും വിളിച്ചിട്ടും അവൻ ഫോൺ എടുക്കുന്നില്ല. അതിൻ്റെ ഒരു ദേഷ്യം നമ്മുടെ ബബിതയുടെ മനസ്സിലുള്ളത് കൊണ്ട് തന്നെ ബബിതയാണെങ്കിൽ ഇനി എന്തു ചെയ്യും? അവനെ ഒരു പാഠം പഠിപ്പിക്കണം, അവനെ വിളിക്കാം, അവനിങ്ങനെ ചതിക്കോ എന്നുള്ള ചിന്തകളൊക്കെ വരുന്നത് കൊണ്ട് തന്നെ ബബിതയ്ക്ക് നല്ല രീതിയിൽ വട്ട് പിടിക്കുന്നുണ്ട് കേട്ടോ. ഇതേ സമയമാണെങ്കിൽ നമ്മുടെ ബബിതയാണെങ്കിൽ കാമുകനായ മുടിയനെ വിളിക്കുകയാണ്. നീ എന്താണ് എൻ്റെ മെസ്സേജിനൊന്നും റിപ്ലൈ തരാത്തത്? എന്താണ് ഞാൻ ഫോൺ വിളിച്ചിട്ട് എടുക്കാത്തത് എന്ന് ചോദിച്ചുകൊണ്ട് തന്നെ ദേഷ്യപ്പെടുമ്പോൾ, ബബിതേ, നീ എൻ്റെ കാര്യം കൂടി ഒന്ന് മനസ്സിലാക്കണമെന്ന് പറയുന്നത് കാണാൻ സാധിക്കുന്നുണ്ട്. അതായത് എനിക്ക് ഇവിടെ ഒരുപാട് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെയാണ്. എനിക്കതിൻ്റെ ഇടയിൽ നിനക്ക് മെസ്സേജ് അയക്കാനായിട്ട് സമയമോ കാര്യങ്ങളോ ഒന്നും തന്നെ ലഭിച്ചില്ല എന്ന് പറയുമ്പോൾ എന്നെ ഒഴിവാക്കാനായിട്ട് നീ ഓരോ കാരണങ്ങൾ കണ്ടെത്തുകയാണല്ലേ എന്ന് ചോദിക്കുന്നത് കാണാൻ കഴിയും. എൻ്റെ പൊന്നു ബബിതേ, നീ എന്നെ ഒന്ന് മനസ്സിലാക്ക്. എനിക്ക് നിന്നെ ഒഴിവാക്കണമെന്ന ചിന്തയില്ല, ഞാൻ തിരക്കായിപ്പോയി അതാണ് എന്ന് പറയുന്ന സമയമാണെങ്കിൽ പിന്നെ നിൻ്റെ ഒരു തിരക്ക്, നീ എന്നെ ഇങ്ങനെയാണല്ലേ പറ്റിക്കുന്നത് എന്ന് ചോദിച്ചുകൊണ്ട് ഭ്രാന്ത് പിടിച്ച മാതിരി തന്നെ ബബിത ഫോൺ കട്ട് ചെയ്യാണ്ടോ. അവനെ ഞാൻ കാണിച്ചു കൊടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഏതാണ്ട് തുടക്കത്തിൽ ബബിത എങ്ങനെയായിരുന്നു അതേ രീതിയിലുള്ള ഒരു ബബിതയെ പ്രേക്ഷകർക്ക് മുൻപിൽ കാണിക്കുകയാണ്. ഇവിടെയാണെങ്കിലോ നമ്മുടെ ബബിത ഫസ്ട്രേറ്റ് ആയിട്ടിരിക്കുന്ന ആ സമയം കൃഷ്ണമോള് സ്കൂളിൽ പോയി കഴിയുമ്പോൾ എന്ത് പറ്റുന്നുണ്ട്, നമ്മുടെ കൃഷ്ണമോളെ 2-3 പേര് ആണെങ്കിൽ ചൂളടിക്കുകയും കമൻ്റ് അടിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ കൃഷ്ണമോളാണെങ്കിൽ എന്ത് ചെയ്യുന്നു, തൻ്റെ ചേച്ചിയായ അലീനയെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. പണ്ട് ഇങ്ങനെ ചെയ്തവരെയൊക്കെ അലീന പേടിപ്പിച്ച് ഓടിപ്പിച്ചതാണ്. ഇപ്പോൾ അലീന ചേച്ചി ഇല്ല എന്നറിഞ്ഞപ്പോൾ അവർ വീണ്ടും തലപൊക്കി വന്നിരിക്കുകയാണ് എന്നുള്ളൊരു ബോധ്യം കൃഷ്ണമോൾക്ക് വരുന്നുണ്ട്. കൃഷ്ണമോൾക്കും വളരെയധികം സങ്കടമാകുന്നുണ്ട്. ഇവിടെ ബബിത തലയ്ക്ക് ഭ്രാന്ത് പിടിച്ച മാതിരി ഇരിക്കുമ്പോൾ കൃഷ്ണമോള് അലീനയെ വിളിച്ച് സംസാരിക്കുകയാണ്. ചേച്ചി, ഇവിടെ ഇങ്ങനെയാണ് കാര്യങ്ങളെന്നും ചേച്ചിക്ക് ഇവിടേക്ക് വരാൻ പറ്റുമോ എന്നും ചോദിക്കുന്നത് കാണാം. എൻ്റെ മോളെ, ചേച്ചി എങ്ങനെ വരാനാണ്? ചേച്ചി വരുന്നത് ശരിയല്ല എന്ന് പറയുന്നു. ചേച്ചിയെക്കുറിച്ചുള്ള രഹസ്യമെന്നാൽ ഞാനിവിടെ പറയാം. അപ്പോൾ ഒരു പ്രശ്നമോ കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടാകില്ലല്ലോ. അമ്മ അപ്പോൾ ചേച്ചിയെ അംഗീകരിക്കുമല്ലോ എന്ന് ചോദിക്കുമ്പോൾ അതൊന്നും വേണ്ട, നീ ഒന്ന് മിണ്ടാതെ നിന്നേ, എല്ലാം ശരിയാകുമെന്നേ നീ പപ്പയോട് പറയാനായിട്ട് പറഞ്ഞുകൊണ്ട് തന്നെ അലീന ഫോൺ കട്ട് ചെയ്യാണ്, കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടോ. ഇതേ സമയം ബബിത അത് കേൾക്കാനായിട്ടിടയാകുന്നുണ്ട്. ചേച്ചിയുടെ രഹസ്യം ഞാൻ എല്ലാവരോടും പറയുമെന്ന് പറയുന്നത്. ഇതേ സമയം ബബിതയാണെങ്കിൽ കൃഷ്ണയുടെ അടുത്തേക്ക് ചെല്ലാണ്. എന്താണ് കൃഷ്ണ ഈ രഹസ്യം എന്ന് ചോദിക്കുന്നു. എന്ത് രഹസ്യം ചേച്ചി? ഒന്നുമില്ല എന്ന് പറയുമ്പോൾ, നീ അലീന ചേച്ചിയല്ലേ വിളിച്ചത്? നിനക്ക് എന്താണ് അലീന ചേച്ചിയുടെ രഹസ്യം അറിയാവുന്നത്? സത്യം പറയേ എന്ന് പറയുന്നത് കാണാൻ സാധിക്കും. എൻ്റെ പൊന്നു ചേച്ചി, അത് ഞാൻ വെറുതെ തമാശ പറഞ്ഞതാണ് എന്ന് പറയുമ്പോൾ, അല്ല,
നീ പറയുന്നതെല്ലാം ഞാൻ കേട്ടു. നീ മര്യാദയ്ക്ക് പറയാനായി ഇതാ പറയുകയാണ്. ഇതേ സമയം നമ്മുടെ കൃഷ്ണ കള്ളം പറയാനായിട്ട് തുടങ്ങുമ്പോൾ കള്ളമൊന്നും നീ ആലോചിച്ച് പറയാൻ നിൽക്കണ്ട. നിനക്ക് എന്താണ് അലീന ചേച്ചിയെ പറ്റി അറിയാവുന്നത് എന്ന് ചോദിക്കുന്നു. ഒടുവിൽ ചേച്ചി ഇത് ആരോടും പറയരുത്, ഇനിയിപ്പോൾ ഞാനാണ് പറഞ്ഞതെന്ന് ആരോടും പറയരുത് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ നമ്മുടെ കൃഷ്ണയാണെങ്കിൽ അലീനയുടെ രഹസ്യം ബബിതയോട് പറയുകയാണ്. അലീന ചേച്ചി നമ്മുടെ അമ്മയുടെ മോളാണെന്നും പപ്പയുടെ മോളല്ല എന്നും പറഞ്ഞ് മനസ്സിലാക്കുന്നു. ഇതേ സമയം അമ്മയുടെയോ എന്ന് ചോദിക്കുന്നതും ഒന്ന് പതിയെ പറ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ കൃഷ്ണമോൾ എല്ലാ കാര്യവും അലീനയെക്കുറിച്ചുള്ളതെല്ലാം നമ്മുടെ ബബിതയോട് പറയുന്നത് കാണാൻ സാധിക്കുന്നു. അപ്പോൾ റിവ്യൂ ഇഷ്ടപ്പെട്ടാൽ ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ കൂട്ടുകാരെ.